ഹായ് ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നതെന്ന് അറിയാം. വേറൊന്നുമില്ല, കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തട്ടിക്കൂട്ടിയ ഒരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ വന്നിരിക്കുന്നത് മറ്റ് ഇൻഡസ്ട്രിയും ബോളിവുഡും തമ്മിലുള്ള ഇപ്പൊ കണ്ടുവരുന്ന ഒരു വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ 100 കോടി 200 കോടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടാൻ സ്റ്റാർ കാസ്റ്റ് വേണം എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ളൊരു രീതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ വിജയുടെ ഒരു സിനിമയ്ക്ക് 100 കോടിക്ക് മുകളിൽ വിജയുടെ ഒരു സിനിമ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ കാരണം വിജയാണ്. ഉദാഹരണത്തിന് ഗോട്ട് പോലൊരു വേസ്റ്റ് പടം 400-450 കോടി കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിജയുടെ സ്റ്റാർഡം കൊണ്ടാണ്. എന്നാൽ മലയാള സിനിമയിലോട്ട് വരുമ്പോൾ മോഹൻലാൽ എന്ന വലിയൊരു ഘടകത്തെ ഒഴിച്ചു മാറ്റിയാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 100 കോടിയിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും വലിയ സ്റ്റാർ കാസ്റ്റിലോ അല്ലെങ്കിൽ വലിയ സ്റ്റാർഡമുള്ള ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ളതോ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രേമലുവില് നസ്ലിൻ അത്ര ഇപ്പൊ അക്കോർഡിംഗ് ടു മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ പ്രഭാസോ അല്ലെങ്കിൽ ഒരു പവൻ കല്യാണോ അല്ലെങ്കിൽ വിജയനെ പോലുള്ള ഒരു ആക്ടർ അല്ല. അത്ര സ്റ്റാർഡമുള്ളോ അത്ര ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടർ അല്ല നസ്ലിൻ. ബട്ട് സ്റ്റിൽ നസ്ലിന്റെ പ്രേമലു എന്ന സിനിമ 100 കോടി അടിച്ചിട്ടുള്ളൂ. സിനിമ ഒരു ഓവർ റേറ്റഡ് സിനിമയാണെങ്കിലും സിനിമ 100 കോടി അടിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഹാഷിറും പിള്ളേരും തൂക്കിയത് 100 കോടിയാണ്. അത് വലിയൊരു സംഖ്യ. വാഴ 2 എന്ന് പറയുന്ന സിനിമ 100 കോടിയാണ്. അതിന് ഒരു സ്റ്റാർ കാസ്റ്റ് ആയിട്ടുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനി പിന്നെ ഒരുപാടുണ്ട്. അത് മാത്രമല്ല 4 വർഷമായിട്ട് സിനിമ ചെയ്യാതിരുന്ന ഒരു വ്യക്തി വന്നാണ് ഇപ്പൊ 100 കോടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഡസ്ട്രിയിലെ ഓഡിയൻസുകൾ ഹീറോയിനെയും സ്റ്റാർ കാസ്റ്റിനെയും വേണ്ടി മാത്രം നോക്കിയാണ് പടം കാണാൻ കിട്ടുന്നത്. അവിടെ നല്ല ഓഡിയൻസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസ് എപ്പോഴും ഹീറോ ആണ് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരാവശ്യമില്ലാതെ അങ്ങനെ കുറെ സിനിമകൾ അവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് പുഷ്പ 2 ഒക്കെ ഫ്ലോപ്പ് ഡിസാസ്റ്റർ, അത് ഒന്നിനും കൊള്ളാത്ത സിനിമയാണ്. പക്ഷെ എന്നിട്ടും സിനിമ 1000-ന് മേളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം അല്ലു അർജുന്റെ സ്റ്റാർഡവും ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഓളം കൊണ്ട് മാത്രമാണ് അതുപോലൊരു വേസ്റ്റ് പടം ഹിറ്റായെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എന്നാൽ തമിഴ് സിനിമയിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടർമാരുടെ പേര് നോക്കി മാത്രം സിനിമകൾ കാണുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവിടെയും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മലയാള സിനിമയോട്ട് വരുവാണെങ്കിൽ കണ്ടന്റ് നല്ലതാണെങ്കിൽ നല്ല രീതിക്ക് കളക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് 100 കോടി ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ഓഡിയൻസ് ആണ്. അദ്ദേഹം ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം ലിമിറ്റഡ് ഓഡിയൻസ് കാണാൻ ചാൻസ് ഉള്ള കണ്ടന്റുകളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മയുഗം ഫാമിലി ഓഡിയൻസ് കാണണമെന്നില്ല, കളങ്കാവല് ഫാമിലി ഓഡിയൻസ് കാണണമെന്നില്ല, ആദൽ ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടണമെന്നില്ലെങ്കിൽ അവർ തിയേറ്ററിൽ കാണാൻ വരണമെന്നില്ല. എന്നാൽ മോഹൻലാലിന്റെ തുടര് എന്ന സിനിമ എല്ലാ ഓഡിയൻസിനും വർക്കാവുന്നതാണ്. അപ്പൊ എല്ലാ ഓഡിയൻസിനും വർക്കാവുന്ന സിനിമകളും ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുന്ന സിനിമകളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി എങ്ങാനും മമ്മൂക്ക ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്താൽ അത് ടർബോ പോലത്തെ ഒരു സിനിമയാവും. അതാണ് ഉള്ള പ്രശ്നം. അപ്പൊ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഓഡിയൻസിനും റീച്ച് ആവുന്ന തരത്തിലൊരു സിനിമ വന്നാൽ അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ട് 100 കോടി കിട്ടും. പക്ഷെ ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കുകളും പ്രോജക്റ്റുകളും ഡയറക്ടറും ലൈനപ്പുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സ്റ്റിൽ അപ്പോഴും ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്താണ് അതിന്റെ ഇനിയുള്ള ലൈനപ്പുകളും വരാനുള്ളത്. അത് മാത്രമല്ല, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ മലയാള സിനിമ കണ്ടന്റിന് വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് നല്ല സിനിമകൾ അണ്ടർ റേറ്റഡ് ആവാതിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ സ്റ്റിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറെ സിനിമകളുണ്ട്. മോസ്റ്റ് ഓഫ് എല്ലാം പഴയ സിനിമകളാണ്. അപ്പോൾ നമ്മുടെ വിന്ററും വെട്ടവും ഒക്കെ ഇപ്പൊ ഇറങ്ങുവാണെങ്കിൽ കൺഫേം 100 കോടി സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ മോളിവുഡ് യുണീക്ക് ആയിട്ട് നിൽക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ കണ്ടന്റ് ആണ്. ആ കണ്ടന്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമെന്ന് അറിയാം, കണ്ടന്റ് ഇല്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്.